റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നല്ല ചിന്തകൾക്ക് പോലും പ്രതിഫലമുണ്ട്, നല്ല ഒരു വിചാരത്തിന് പ്രതിഫലമുണ്ട്, നല്ല ഒരു ആഗ്രഹത്തിന് അല്ലാഹു കൂലി നൽകും. അത് നടന്നില്ലെങ്കിൽ പോലും മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസല്ലയോ അത്. ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും ഫലം യഅമൽഹാ, അത് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്താൽ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, ഒരു പരിപൂർണമായ നന്മയായി അല്ലാഹു അത് സ്വീകരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ആഗ്രഹിക്കുകയാണ് തന്റെ കച്ചവടത്തിന്റെ വലിയൊരു ഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു, ചെയ്യാൻ കഴിഞ്ഞില്ല. ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നീയത്ത് ചെയ്തതിന് അള്ളാഹു ആ കർമ്മം ചെയ്തതുപോലെയുള്ള കൂലി കൊടുക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തകൾക്ക് കൂലിയുണ്ട്. കഴിഞ്ഞില്ല. മൻ സഅലല്ലാഹ അശ്ശഹാദത ബിസുദ്ഖിൻ ബല്ലഗഹു അല്ലാഹു മനാസില അശ്ശുഹദാ വഇമ്മാ തഅലാ ഫിറാശിഹി. മൻ സഅലല്ലാഹ അശ്ശഹാദത ബിസുദ്ഖിൻ, അല്ലാഹുവിന് വേണ്ടി ജീവാർപ്പണം ചെയ്യേണ്ട ഒരു രംഗമുണ്ടായാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒരു ഇസ്ലാമിക ഭരണാധികാരി അതിന് ഉത്തരവിടുകയും ചെയ്യുമ്പോൾ എന്നല്ലാതെ ചാവേർ ആക്രമണങ്ങൾ നമുക്ക് നടത്താൻ പാടുള്ളതല്ല. ജനങ്ങൾ നിയമങ്ങൾ കയ്യിലെടുക്കാൻ പാടുള്ളതുമല്ല. ഒരു ഇസ്ലാമിക ഖിലാഫത്തുള്ള സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളുടെ അമീർ ഒരു ജിഹാദിന് ഉത്തരവിടുകയാണെങ്കിൽ അവിടെ ധർമ്മസമരത്തിന് പോകൽ പുരുഷന്മാരായ പുരുഷന്മാർക്ക് മുഴുവൻ നിർബന്ധമായി വരും. മൻ സഅലല്ലാഹ അശ്ശഹാദത ബിസുദ്ഖിൻ, അല്ലാഹുവേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ കൊതിക്കുന്നു എന്ന് അല്ലാഹുവിനോട് ആരെങ്കിലും സത്യസന്ധമായി ചോദിച്ചാൽ, അല്ലാഹുവേ ഒരു ഷഹാദത്തിന്റെ പ്രതിഫലം എനിക്ക് നൽകണേ എന്ന് ചോദിച്ചാൽ, ബല്ലഗഹുല്ലാഹു മനാസില അശ്ശുഹദാ, അല്ലാഹുവിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ശുഹദാഇന്റെ സ്ഥാനങ്ങൾ ആ ചോദിച്ചവർക്ക് അല്ലാഹു നൽകും. വഇൻമാ തഅലാ ഫിറാശിഹി, അവർ മരിച്ചത് സ്വന്തം വിരിപ്പിൽ കിടന്ന് മരിച്ചതാണെങ്കിലും അല്ലാഹുവേ ഒരവസരമുണ്ടെങ്കിൽ ഞാൻ പിന്മാറില്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ സ്വഹാബികളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് ഖുറൈശികളുടെ ആക്രമണങ്ങൾ വരുമ്പോൾ, ഉഹദ് യുദ്ധം നടക്കാൻ പോകുമ്പോൾ, ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നബി തങ്ങൾ സ്വഹാബിമാരുമായി ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഖുറൈശികളെ നേരിടേണ്ടത് മദീനയുടെ ഉള്ളിൽ വെച്ചാണോ മദീനക്ക് പുറത്തു പോകണോ? സ്വഹാബിമാർ പറഞ്ഞു, നബിയെ നമുക്ക് ഉഹദിലേക്ക് പോകാം. നബി തങ്ങളുടെ ആഗ്രഹം മദീനയിൽ നിൽക്കാനായിരുന്നു. നമ്മൾ ആ വഴിയിലേക്ക് ചർച്ച വരും ഇൻഷാ അല്ലാഹ്. വഴി ആ ഭാഗം നമുക്ക് ചർച്ച വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിൻ തങ്ങൾ സ്വഹാബികളുമായി ചർച്ച നടക്കുമ്പോ, വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലഅദ്ഖുലന്നൽ ജന്ന, അല്ലാഹുവിനെ തന്നെയാണ് സത്യം നബിയേ, ഞാൻ ആ സ്വർഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യുമെന്ന് ഒരു സ്വഹാബി പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, ബിമദാലിക, എങ്ങനെ നിങ്ങൾക്ക് ആ ഉറപ്പ് പറയാൻ കഴിയും? ഖാല ബിഖസുലതൈൻ, രണ്ട് ഗുണമുണ്ട് നബിയെ എനിക്ക്. ഒന്ന് ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടമാണ് നബിയെ. വലാ, ഞാൻ ഒരിക്കലും തന്നെ വലാ അതവല്ലാ യൗമസ്സഹഫി വലാ അഫിറു യൗമസ്സഹഫി, ഒരു യുദ്ധം നടക്കുമ്പോൾ, ഒരു യുദ്ധം ആസന്നമാകുമ്പോൾ ഞാൻ ഒരിക്കലും ഭീരുവായി പിന്തിരിഞ്ഞോടുകയില്ല നബിയെ, ഞാൻ ധൈര്യത്തോടുകൂടെ മുന്നേറും നബിയെ. ആ രണ്ട് ഗുണം, ഒന്ന് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം, രണ്ടാമത്തേത് വലാ അഫിറു യൗമസ്സഹഫി, ഞാൻ ഒരിക്കലും തന്നെ പിന്തിരിഞ്ഞോടില്ല. ആ രണ്ട് ഗുണത്തിന്റെ പേരിൽ ഈ നടക്കാൻ പോകുന്ന ഉഹദിലൂടെ എനിക്ക് സ്വർഗം കിട്ടും നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക, നിങ്ങൾ അല്ലാഹുവിനോട് സത്യസന്ധമായിട്ടാണ് ഈ പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് അല്ലാഹു സാധ്യമാക്കി തരും. അങ്ങനെ ഉഹദിന്റെ രണാങ്കണത്തിലെ ആദ്യത്തെ ഷഹീദി മനുഷ്യനായിരുന്നു, സ്വഹാബിയായിരുന്നു. മൻ സഅലല്ലാഹ അശ്ശഹാദ, അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, അല്ലാഹുവിനോട് സത്യസന്ധമായി നമ്മൾ ചോദിച്ചാൽ ആ ചോദ്യം നടക്കാതെ പോവുകയും നമ്മൾ വിരിപ്പിൽ കിടന്ന് മരിക്കുകയുമാണെങ്കിൽ പോലും
ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, ശുഹദാഇന്റെ സ്ഥാനം അല്ലാഹു അവർക്ക് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ്, മഹാനായ ഹബീബിന്റെ ജീവിതത്തിലെ അവസാന യുദ്ധം നടക്കുന്നു തബൂക്ക്. തബൂക്ക് മദീനയിൽ നിന്ന് 500ഓളം കിലോമീറ്റർ ദൂരയിൽ കിടക്കുന്ന പ്രദേശം. തബൂക്ക് യുദ്ധം നടക്കുമ്പോ ഒരുപാട് സ്വഹാബിമാർക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള വാഹനം കിട്ടാത്തതിന്റെ പേരിൽ അവർക്ക് തബൂക്കിലേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോ ഒരുപാട് ആളുകൾ വിഷമിച്ചിട്ടുണ്ട്. ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നബിയെ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, സ്വഹാബികളെ, നിങ്ങൾക്ക് തബൂക്കിലേക്ക് വരാൻ വാഹനം എന്റെ കയ്യിലില്ലല്ലോ എന്നങ്ങ് പറയുമ്പോ നിരാശ കൊണ്ടിട്ട് കരയുന്നവരുണ്ട്. നബിയെ, അങ്ങയോടൊപ്പം വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യം അനുവദിക്കുന്നില്ല. അത്തരം ആളുകളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, തബൂക്കിലേക്ക് പോകുമ്പോൾ, തബൂക്കിലെത്തിയപ്പോൾ, തബൂക്കിലേക്കുള്ള കഠിനമായ നുഫൂത്ത് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണത്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നബിൽ മദീനത്തി ലരിജാല, ഇന്നബിൽ മദീനത്തി ലരിജാല മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും ഹബസഹുമുൽ ഉദുറു. മുത്തഫഖ് അലൈഹി ആയ ഹദീസാണിത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബികളെ, മരുഭൂമിയിലൂടെയുള്ള ഈ യാത്രയില് നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറെ ആളുകളെ കാണാതെയാവും. യാത്ര പോയിട്ട് നബി തങ്ങൾ ചിലയിടത്ത് ക്യാമ്പ് ചെയ്യും. തങ്ങൾ ചോദിക്കും, എല്ലാവരും എത്തിയിട്ടുണ്ടോ? ചിലരെത്തിയിട്ടില്ല എന്ന് പറയും. തങ്ങൾ പറയും, നമുക്ക് കാത്തിരിക്കണ്ട, അയാളിൽ ഒരു നന്മയുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരും, നമുക്ക് പോകാം. ഉംറക്ക് പോകുന്ന അമീറന്മാരൊന്നും അത് ചെയ്യൂല. പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റൂല. ഒരാൾ ബാത്റൂം പോയി കാണാതായാലേ എന്നാ ബസ് വിടല്ലേ എന്ന് പറയാൻ പറ്റൂല. പക്ഷെ നബി തങ്ങൾ എന്ത് ചെയ്യും? ആരെങ്കിലും വരാൻ നേരം വൈകിയാൽ നമുക്ക് പോകാം, അയാളിൽ നന്മയുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എത്തിക്കോളൂ എന്ന് പറയും. പക്ഷെ ഗ്രൂപ്പ് കൊണ്ടുപോകുമ്പോൾ ഇത് ചെയ്യാൻ പറ്റൂലല്ലോ. 100 ആൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് വരട്ടെ. ചിലപ്പോൾ ചായ കുടിക്കാൻ പോകും, ചിലക്ക് വലി ഉണ്ടാവും, ഇടയ്ക്ക് മറവില് പോയതായിരിക്കും. അപ്പൊ എത്തണവരെ കാത്തിരിക്കന്നെ. തങ്ങളത് ചെയ്യൂല. സമയം വളരെ കണിശമാണ് നബി തങ്ങൾക്ക്. തങ്ങൾ വളരെ പങ്ക്ച്വലാണ്. ഹബീബായ നബി തങ്ങൾ, ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ? ഇയകും ഫീഹി ഖൈറുൻ സയൽഹഖു ബിനാ. If Allah knows anything better in that person, he would definitely reach us. Inshallah, let's go. നമുക്ക് പോകാം. അല്ലാഹു ആ മനുഷ്യനിൽ ഒരു നന്മ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം എത്തും. പേടിക്കണ്ട, നമുക്ക് പോകാം. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ കാത്തിരുന്ന ഒരു സ്വഹാബിയുണ്ട്, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതൊക്കെ തബൂക്കിലാണ് സംഭവിച്ചത്. അബൂദർ വരട്ടെ, കുൻ അബൂദർ. ഒരാളിങ്ങനെ ദൂരത്ത് വരുന്നു, അത് അബൂദർ ആവട്ടെ, അത് അബൂദർ ആവട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബിയുടെ ഒട്ടകം കാണാതെയായി. ആ ഒട്ടകം കാണാതെയായപ്പോ വളരെ വിഷമിച്ചു. നമ്മൾ കാറിന്റെ കീ പോയ പോലെയല്ല ഇത് ഒട്ടകമായി പോയിട്ടുള്ളത്. മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കീ എങ്കിലും ഉണ്ടാക്കാം, കമ്പനിക്കാരെ വിളിച്ചുകൊണ്ടത് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യിക്കാം. ഇത് ഒട്ടകല്ലേ, ഒട്ടകത്തിന് വല്ല GPS ഉണ്ടോ? അതുകൊണ്ട് പോവല്ലേ, എവിടെ തിരയാൻ? മരുഭൂമിയിലൂടെ മുത്തനബിയോട് വന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഒട്ടകം ഇന്നാലിന്ന താഴ്വരയിലെ മുൾച്ചെടികളിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്, അവിടെ പോയിക്കോ, കിട്ടുന്നു പറഞ്ഞു. അപ്പോ ഏതാനും മൈലുകൾക്കപ്പുറം ആ ഒട്ടകമുണ്ട്, അത് കിട്ടി. പിന്നെ ചെല്ലുമ്പോൾ വെള്ളമില്ല. സ്വഹാബികളൊക്കെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. സ്വഹാബികളൊക്കെ പറഞ്ഞു, നമ്മുടെ ഒട്ടകം അറുത്തിട്ട് ഒട്ടകത്തിന്റെ ബ്ലാഡർ, അതിൽ വെള്ളം സൂക്ഷിക്കുന്ന ഒരു ബ്ലാഡർ ഉണ്ട് ഒട്ടകത്തിന്, അതെടുത്തിട്ട് കുടിക്കാം, മാംസം നമുക്ക് ഭക്ഷണം ഉപയോഗിക്കാം. ഇടപെട്ടിട്ട് പറഞ്ഞു, പൊന്നാര നബിയേ, വെള്ളമില്ലാത്തതിന്റെ പേരിൽ സ്വഹാബിമാർ ഒട്ടകങ്ങളെ അറുക്കാൻ വെച്ചിരിക്കുകയാണ്, അത് അപകടമാണ് നബിയേ. ഒട്ടകമില്ലെങ്കിൽ എങ്ങനെ യാത്ര തുടരും? തബൂക്കിലേക്ക് എത്തണ്ടേ, തബൂക്ക് കഴിഞ്ഞ് മദീനത്തേക്ക് റിട്ടേൺ വരണ്ടേ? ഒട്ടകമില്ലെങ്കിൽ എന്തു ചെയ്യൂ നബിയേ? അതുകൊണ്ട് സ്വഹാബികളോട് ഒട്ടകത്തെ അറുക്കരുത് എന്ന് പറയുകയും, അല്ലാഹുവിനോട് അങ്ങക്കൊന്ന് ദുആ ചെയ്തൂടെ നബിയെ, അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അപ്പോഴാ നബി തങ്ങൾ, നിങ്ങളുടെ കൂടെയുള്ള അല്പാൽപമുള്ള വെള്ളങ്ങളൊക്കെ കൊണ്ടുവരൂ. അത് കൊണ്ടുവന്നിട്ട് മുത്തുനബി തങ്ങളുടെ കൈവിരൽ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പാത്രത്തിലേക്ക് വെള്ളം അണപൊട്ടിയൊഴുകി. ഹബീബിന്റെ വിരലിലൂടെ അഷ്റഫുൽ മിയാഹ്, ഈ ലോകത്തെ ജലങ്ങളിൽ വെച്ച്, ജലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മാഉൻ നബഅ മിൻ ഐദിൻ നബി, ഹബീബിന്റെ കൈകളിലൂടെ വന്ന വെള്ളമാണ്.
അത് കഴിഞ്ഞിട്ടുള്ള ഹൗദുൽ കൗസറും സംസമൊക്കെ നമ്മൾ അറിയണം. ആ വെള്ളമുണ്ടായ മഹാത്ഭുതം ഉമർ തങ്ങളാ പറഞ്ഞത്, നബിയേ സ്വഹാബികളാരോടും അങ്ങ് ഒട്ടകങ്ങൾ അറുക്കരുത് എന്ന് പറയണം, അങ്ങ് ദുആ ചെയ്യണം നബിയേ, അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമല്ലോ. അങ്ങനെ പരിശുദ്ധമായ തബൂക്കിൽ ഹബീബായ നബി തങ്ങളുടെ എത്രയോ ഹബീബിന്റെ മുഅ്ജിസത്തുകൾ കാണപ്പെട്ട സമയമാണത്. ആ കഷ്ടപ്പാടുകളൊക്കെ നടക്കുമ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ഇന്ന ബിൽ മദീനത്തി റിജാല മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും. സ്വഹാബികളെ, കടുത്ത പാറമലകൾ നമ്മൾ കയറി ഇറങ്ങുമ്പോഴും മരുഭൂമിയിലൂടെ കടുത്ത ചൂടിൽ ജൂൺ ജൂലൈ മാസത്തിലാണ് തബൂക്ക് നടന്നത്. ആലോചിക്കണം, എന്താ ഇപ്പോഴത്തെ ദുബൈയിലൊക്കെ ചൂട് എത്രയാണ്, ഗൾഫ് നാടുകളിലെ ഈ നേരത്തെ ചൂട്. ഈ വർഷത്തെ ഹജ്ജ് എത്ര വലിയ ചൂടിലാണ് നടക്കുന്നത്. 50 ഡിഗ്രി 48 55 ഡിഗ്രി ചൂടായിരിക്കും. അള്ളാഹു നമ്മുടെ ഹാജിമാർക്ക് അത് എളുപ്പമാക്കി കൊടുക്കട്ടെ, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ഹജ്ജ് അറബ് മാസത്തിൽ സംഭവിക്കേണ്ട കാരണം തന്നെ ഇതാണ്. ഒരാൾക്ക് ചൂട് പറ്റൂല, എന്നാ പിന്നെ വെയിറ്റ് ചെയ്തു. ഹജ്ജ് ലൈഫിൽ ജീവിതത്തിൽ ഒരു ഹജ്ജേ നിർബന്ധമുള്ളൂ. എന്നാ പിന്നെ ഒരു 8-10 കൊല്ലം കഴിഞ്ഞാൽ ഈ ചൂടിന്ന് മാറി തണുപ്പിലേക്ക് കാലാവസ്ഥ മാറും. നീ അപ്പം പോയി ചെയ്താൽ മതി. അങ്ങനെ എല്ലാ കാലാവസ്ഥയിലൂടെയും അറബ് മാസം കറങ്ങി വരും. 30 വർഷമാകുമ്പോ ജനുവരി ഫെബ്രുവരി മാസം കണക്കുകൂട്ടിയാൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലത്തിൽ ഹജ്ജ് നടക്കും. ഒരു 30 കൊല്ലത്തിനിടയിൽ 60 വയസ്സ് ജീവിക്കുന്ന ഒരാൾക്ക് ഒരേ മാസത്തിൽ, ഇത് ഏതാ മാസം, ഇത് ജൂലൈ അല്ലേ, ഈ ജൂലൈയിൽ ഹജ്ജ് നടക്കുന്നു. ഇനി ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ ജൂലൈയിൽ ഹജ്ജായിരിക്കും. സുബ്ഹാനല്ലാഹ്. അറബ് മാസത്തിന്റെ പ്രത്യേകത അതാണ്. എല്ലാ സീസണിലൂടെയും കടന്നു പോകും. തബൂക്ക് നടക്കുന്നത് ജൂലൈ മാസത്തിലാണ്, നല്ല ചൂടുള്ള സമയത്താണ്. സ്വഹാബികളെ, നിങ്ങൾ ഈ മലയോരങ്ങൾ കയറിയിറങ്ങുമ്പോഴും മരുഭൂമിയുടെ ചൂടുള്ള മണലിലൂടെ നടക്കുമ്പോഴും ദാഹാർത്തരായി അല്ലാഹുവിനെ ത്യാഗം ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാത്ത ഒരുപാട് ആളുകൾ മദീനയിലുണ്ട്. അവർക്ക് നിങ്ങളോടൊപ്പം ഈ മരുഭൂമി താണ്ടിക്കടന്ന പ്രതിഫലം അല്ലാഹു നൽകുന്നുണ്ട്. ഹബസഹുമുൽ ഉദുറു, അവർക്ക് വരാൻ കഴിയാതെ പോയത് ന്യായമായ ഒരു കാരണമുണ്ടായതിന്റെ പേരിലാണ്. ഒരു വാഹനം കിട്ടാത്തതിന്റെ പേരിൽ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ നിങ്ങളോടുകൂടെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന എല്ലാ ത്യാഗത്തിന്റെയും പ്രതിഫലം വീട്ടിലിരിക്കുന്ന മദീനയിലെ ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ നീയത്ത് നിങ്ങളോടൊപ്പമാണ്, മനസ്സുകൊണ്ടവർ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് അല്ലാഹു കൂലി നൽകുന്നു. ഒരു നല്ല സദസ്സ് നടന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ, നമ്മുടെ ഏഴിമല സഫ്വാൻ തങ്ങളുടെ നേതൃത്വത്തിൽ ദുആ മജ്ലിസ് നടക്കും. നാളെ നേരം വിളിച്ചിട്ട് പറയടോ, നല്ലൊരു ദുആ മജ്ലിസ് കിട്ടി കേട്ടോ, നീ എന്തേ വരാതിരുന്ന്? പടച്ചോനെ, ഞാനത് അറിഞ്ഞില്ലല്ലോ, ഒന്ന് പറയണ്ടടോ, ഒന്ന് വാട്സപ്പിലോ ഒന്ന് ഫോണിലോ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ, എനിക്കും വരാമായിരുന്നല്ലോ എന്ന് നാളെ രാവിലെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ ഈ ദുആന്റെ കൂലി അയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാ. ആഗ്രഹം ഉണ്ടായിരുന്നു, അറിഞ്ഞില്ലല്ലോ. ഇവിടെ നല്ല ഗാനമേള നടന്നു. അപ്പൊ രാവിലെ ചെന്നിട്ട് പറയടോ, എന്തേലും ഇന്നലത്തെ പാട്ടും ഡാൻസൊക്കെ നീ കണ്ടോ? ഞാൻ ഒരൊറ്റ പരിപാടി മിസ്സാക്കാത്ത ആളാ, ഞാനത് അറിഞ്ഞില്ല, ഞാൻ കോഴിക്കോട് വിട്ടുപോയി, അങ്ങനെയാണെങ്കിൽ എന്റെ ട്രിപ്പ് ഞാൻ മാറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വരാതെ ഇന്ന് കോഴിക്കോട് പോയ ആൾക്ക് ആ തിന്മയുടെ കുറ്റം അള്ളാഹു ചാർത്തി കൊടുക്കുന്ന, മനസ്സുകൊണ്ട് ഇതിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ. അതാണ് ദീൻ. ചെയ്തോ ഇല്ലേ എന്നല്ല. ചിലപ്പോ ഒരു നബി തങ്ങൾ പറഞ്ഞു, നമ്മളൊരു സ്ഥലത്തെത്തി, അവിടെ ഒരു കല്യാണത്തിന് പോയി എന്ന് വിചാരിക്കുക, അവിടെ ചെയ്യാൻ പാടില്ലാത്ത എന്തോ നടക്കുന്നുണ്ട്, നമ്മൾ ചെന്ന് പെട്ടുപോയതാണ്, നമ്മൾ മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ആ നൃത്തത്തിൽ നമുക്ക് കുറ്റമില്ല. നേരെ മറിച്ച് അവിടെ ശരീരം കൊണ്ട് ആള് പ്രസന്റ് അല്ല, പക്ഷെ ആള് മനസ്സുകൊണ്ട് കൊതിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു പരിപാടി കിട്ടിയാൽ ഞാൻ പോയിട്ട് വായ നോക്കി ഇരിക്കുമായിരുന്നു എന്ന് മനസ്സിൽ തോന്നലുള്ള ഒരാൾക്ക് അവൻ എവിടെ പോയിരുന്നാലും ഈ തിന്മയുടെ കുറ്റം അയാൾക്കുണ്ടാവുകയും ചെയ്യുന്ന മനസ്സ് ഭയങ്കരമാണ്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അതൊരു വലുതാണ്. അതുകൊണ്ടാണ് മദീനയിലുള്ള ആളുകൾക്ക് അവർ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ടില്ല, പക്ഷേ അവർക്ക് നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ അവർക്കും ലഭിക്കുന്നുണ്ട്. അവർ മദീനയിലാണ്. എന്തേ? അവർക്ക് ഉദ്റുണ്ട്, വരാൻ പറ്റാത്തതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു സംഭവം, ആമിനിൻ തകൂനു ലഹു സ്വലാത്തുൻ ബിലൈലിൻ
രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ എന്നും നിസ്കരിക്കും. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദുണ്ട്. പക്ഷേ ഒരു ദിവസം ഉറക്കം ഓവർടേക്ക് ചെയ്തു. ഫഗലബഹു അലൈഹാ നൗമുൻ. ഒരു ദിവസം നിസ്കരിക്കാൻ പറ്റിയില്ല. ബാങ്ക് കൊടുത്തിട്ടാണ് അറിയുന്നത്. അപ്പൊ തഹജ്ജുദിന്റെ ടൈം കഴിഞ്ഞു. ഇല്ലാ കുതിബ ലഹു അജ്റു സ്വലാത്തിഹി. അയാൾ ചെയ്യുന്ന ആ നിസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. വകാന നൗമുഹു സ്വദഖതൻ അലൈഹി. ആ ഉറങ്ങിയ ഉറക്ക അയാൾക്ക് സ്വദഖയായി ഗണിക്കും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. എന്നും നിസ്കരിക്കുന്ന ആളാ അല്ലെ. ഉമ്മാക്ക് ഒക്കെ കഴിഞ്ഞ് വന്ന ഒരു ക്ഷീണുണ്ട്. നാട്ടിൽ എത്ര വരെ ആ ക്ഷീണം അറിയില്ല. അവിടുന്ന് പോരുമ്പോഴും ആ ക്ഷീണം അറിയില്ല. ഉംറയിൽ എത്ര ഉംറ ചെയ്താലും ക്ഷീണം. നാട്ടിലെത്തിയിട്ടുണ്ട്. റബ്ബേ, ഞാനിപ്പോ കൂത്തുപറമ്പിൽ തന്നെയാണോ അല്ല വല്ല അമേരിക്കയിലാണോ, ഏതാ സ്ഥലം പോലും തിരിയാത്തൊരു ക്ഷീണം വരാണ്ട് ഉംറക്ക് പോയി കഴിഞ്ഞാൽ അല്ലെ. ഒരു ദീർഘയാത്ര കഴിഞ്ഞു വന്നാൽ ഉറക്ക് കണ്ണ് പൊങ്ങണില്ല. അമ്മമാര് പറയില്ലേ, നിസ്കരിക്കാൻ പറ്റുന്നില്ല, അറിയുന്നില്ല. അവര് മഅദൂരിങ്ങളാണ്. യാത്രാക്ഷീണല്ലേ, അള്ളാഹു പുറത്തു കൊടുക്കും. നിസ്കാരം ഖളാ കൂട്ടണം. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ തഹജ്ജുദ് അവർ ആഗ്രഹിച്ചിരുന്നു. ഉണർന്നാ നിസ്കരിക്കണമെന്ന്. ഗലബഹു അലൈഹാ അന്നൗം. ഉറക്കം കൊണ്ട് സാധിക്കാതെ പോയി. എന്നാൽ എന്നും ചെയ്തിരുന്ന അത്, റബ്ബേ ഉണരണം, അലാമൊക്കെ വെച്ചിട്ടാ കിടക്കണത്, പക്ഷെ എണീക്കാൻ പറ്റിയില്ല. എന്നാൽ ഇല്ലാ കുതിബ ലഹു അജ്റു സ്വലാത്തിഹി. അവരുടെ നിസ്കാരത്തിന്റെ തുല്യമായ കൂലി അല്ലാഹു നൽകും. അവർ ആ രാത്രി നിസ്കരിച്ചിട്ടില്ല, എന്നും ചെയ്യുന്ന റക്അത്തിന്റെ എണ്ണം ഇന്നും കിട്ടും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ്. യുവാവായിരുന്ന സമയത്ത് ഒരുപാട് നന്മ ചെയ്തു. പിന്നെ അസുഖമായപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. ആക്സിഡന്റ് ആയി കിടപ്പിലായി പോയി. ആരോഗ്യമുള്ള സമയത്ത് സ്ഥിരം ചെയ്യുന്ന നന്മ രോഗികൾക്ക് അല്ലാഹു കൊടുക്കുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അവരത് ചെയ്യുന്നവരാണ്. പിന്നെ ഒരു ആക്സിഡന്റ് പറ്റിപ്പോയതല്ലേ, അസുഖം വന്നതല്ലേ, അറ്റാക്ക് സംഭവിച്ചതല്ലേ, സാരമില്ല. മുഅ്മിനായ മനുഷ്യന്റെ തീരുമാനം, മനസ്സിലിരുപ്പ്, നമ്മുടെ ഉന്നതമായ ചിന്തകൾക്ക് പോലും അല്ലാഹു കൂലി നൽകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് 1,00,000 ദിർഹമിനെക്കാളും ഒരു ദിർഹമിന് കൂലിയുണ്ട്. സബഖ ദിർഹമുൻ 100,000. 1,00,000-നേക്കാൾ ഒരു ദിർഹമിന് അല്ലാഹു കൂലി നൽകുന്നുണ്ട്. 1,00,000 ദിർഹമിനേക്കാളും കേവലം ഒരു ദിർഹം കൊടുത്ത ആൾക്ക് കൂലിയുണ്ട്, കൂടുതലുണ്ട്. ഖാലു, അവരെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ യസ്ബിഖു ദിർഹമുൻ 100,000. നബിയേ, ഒരു ദിർഹം എങ്ങനെ 1,00,000-ലേറാവുന്നത്? 1,00,000-ന് കിട്ടുന്നതിനേക്കാളും ഒരു ദിർഹമിന് കിട്ടുകയോ? മുഴുവൻ കേൾക്കണം. പാട്ടപ്പിരിവൊക്കെ ഉണ്ടാവില്ലേ, ബക്കറ്റ് പിരിവൊക്കെ ഉണ്ടാവില്ലേ? 100 കൊടുക്കാൻ വെച്ച് 1 കൊടുത്താൽ മതി എന്ന് വിചാരിക്കണ്ട. എന്താ പറയണെന്ന് ശരിക്കും കേട്ടോളേ. എന്താ, എപ്പോഴാണ് ഈ 1,00,000-നേക്കാൾ ഒന്നിന് കൂലി കിട്ടുക എന്നറിയോ? ഒരു മനുഷ്യന്റെ കയ്യിൽ ആകെ 2 ദിർഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആകെ 2 റുപ്യുള്ളൂ കയ്യിൽ. അതിൽ നിന്ന് ഒന്നാണ് എടുത്തു കൊടുത്തത്, നേർ സമ്പത്തിന്റെ പകുതി. അത് എണ്ണത്തിൽ 1 പക്ഷെ അത് വണ്ണത്തിൽ വലുതാ. ആകെ 2 ഉള്ളൂ, അതിലൊന്നാണ് കൊടുത്തത്. അതുകൊണ്ടാണ് അയാളെ സ്വതക്ക ചെയ്തത്. 1,00,000 കൊടുത്ത ആളുണ്ട്, ലഹു മാലുൻ കസീർ. കോടികൾ ആസ്തിയുള്ള ഒരാൾ പള്ളിക്ക് 1,00,000 കൊടുത്തു. കൂലിപ്പണി ചെയ്യുന്ന ഒരാൾ പള്ളിക്ക് ഒരു 500 രൂപ കൊടുത്തു. ആ 1,00,000-നേക്കാൾ ഈ 500-നായിരിക്കും കൂലി കൂടുതൽ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഉള്ളതിൽ നിന്നാണ് ഈ കൊടുത്തത്. 2 ദിർഹമുള്ള ആളാണ് ഈ കൊടുത്തത്. എന്നാൽ 1,00,000 കൊടുത്ത ആളുടെ വരുമാനത്തിന്റെ വലിയൊരളവിൽ നിന്നെടുത്തിട്ടാണ് 1,00,000 കൊടുത്തത്. അയാൾക്ക് അങ്ങനെ ഒരു 500 ലക്ഷം കൊടുക്കാൻ കഴിയുന്ന ആളായിരുന്നു. പക്ഷെ 1,00,000 കൊടുത്തത്. അത് എണ്ണമുണ്ട്, പക്ഷെ വണ്ണമില്ല. പക്ഷെ 1 ദിർഹം എണ്ണത്തിൽ ചെറുതാണ്, അതേ വണ്ണത്തിൽ അത് വലുതാണ്. അതുകൊണ്ടാണ് സബഖ ദിർഹമുൻ 100,000. 1 ദിർഹമിന് 1,00,000-നേക്കാളും കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആ മനുഷ്യന്റെ നിയ്യത്ത് വളരെ വലുതാണ്. നമ്മൾ പറയും, പഠിച്ചവരെ ഇത് ഞാൻ കൊടുത്താൽ ഞാൻ ആകെ പാപ്പരായി പോകില്ലേ, ഞാൻ ആകെ വിഷമിച്ചു പോകില്ലേ എന്ന് ചിന്തിക്കുന്ന നേരത്താണ് എടുത്തു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മുസ്തഫ ഉദവി ഉസ്താദിന്റെ പരിപാടിയൊക്കെ നടക്കില്ലേ, ഉണ്ടാവില്ലേ? ഉസ്താദ് നല്ല വേദ പറഞ്ഞുതരും, പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭാവന വേണമെന്ന് പറയും അല്ലേ?
പെണ്ണുങ്ങളൊക്കെ സ്വർണം കൊടുക്കും. നമ്മൾ മട്ടന്നൂർ പള്ളിയൊക്കെ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, നമ്മുടെ മഹല്ലുകളിലൊക്കെ ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പം ആകെ ഒരു മോതിരമുള്ളൊരു പെണ്ണിൻ്റെ അടുത്ത് നിന്ന് വിചാരിക്കുക, അതെടുത്ത് കൊടുക്കണ ഒരു മോതിരത്തിൻ്റെ കൂലിയും 100 പവൻ കെട്ടിച്ചപ്പോൾ വാപ്പ തന്നിട്ടുണ്ട്, അതിന്നൊരു 2 പവൻ കൊടുക്കുക എന്ന് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഈ പറഞ്ഞത്. ഉള്ളതിൽ നിന്ന് കൊടുക്കുക. ഒരുപാടുണ്ട്, അതിൽ നിന്ന് കുറച്ചായി കൊടുക്കുന്നത്. അതിൽ നിന്ന് ഒരുപാട് കൊടുത്താൽ മാഷാ അല്ലാഹ്. അള്ളാഹു നോക്കുന്നത് എണ്ണത്തിലേക്കല്ല, വണ്ണത്തിലേക്കാണ്. അതുകൊണ്ടാണ് നാളെ മീസാനാണ് അള്ളാഹു വെച്ചത്. തുലാസിൽ തൂക്കുന്നല്ലേ പറഞ്ഞത്, നോട്ടെണ്ണിന് മെഷീനിൽ എണ്ണി നോക്കുന്നല്ല പറഞ്ഞത്, അദ്ദാദല്ല. നാളെ മീസാനാണ്. അള്ളാഹു അമല് തൂക്കുക ചെയ്യാനാണ്. എത്ര നിസ്കാരം ഉണ്ടെന്ന് ചിലരുടെ 2 റക്അത്ത് നിസ്കാരം വേറൊരാളിന്റെ 10 റക്അത്ത് സുന്നത്തിനേക്കാളും പവർ ഉണ്ട്. അതുകൊണ്ട് അള്ളാഹു നാളെ തൂക്കുക ചെയ്യുന്നത് അമലുകൾ, എണ്ണി നോക്കല്ല. റക്അത്തൊക്കെ ഒന്ന് വരട്ടെ, എണ്ണം നോക്കട്ടെ എന്നല്ല. മീസാൻ, തുലാസാണ്. തുലാസിൽ എണ്ണൂല, തൂക്കി നോക്കുകയാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തുല്ലിരുന്നാലോ അല്ലേ? എഴുന്നേൽക്കാൻ പ്രയാസമുള്ളവർ എഴുന്നേൽക്കണ്ട, അല്ലാത്തവരൊക്കെ സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഉറക്കെ ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. നല്ലൊരു കവിത. നഹാറു മഗ്റൂർ സഹ്വൻ വഗഫ്ലത്തുൻ وليلك نوم والردى لك لازم. نهارك يا مغرور سهو وغفلة وليلك نوم والردى لك لازم. وتكداح فيما سوف تنكر غبه كذلك في الدنيا تعيش البهائم. تسر بما يفنى وتفرح بالمنى كما غر باللذات في النوم حالم. ഐഹികമായ ഭ്രമത്തിൽ മത്ത് പിടിച്ചു പോയവനെ, നിന്റെ രാത്രി മുഴുവനും ഉറക്കമാണ്, പകല് മുഴുവനും അശ്രദ്ധയാണല്ലേ. വെറുതെ നടക്കാൻ, ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടിട്ടില്ല. നഹാറൂക യാ മഗ്റൂർ സഹ്വൻ വഗഫ്ലത്തുൻ. അശ്രദ്ധമായി, ഹീഡ്ലെസ്, ചിന്തകളില്ലാതെ നടക്കുന്ന പകലാണോ നിന്റേത്? വലൈലൂക നൗമുൻ വറദാ ലക ലാസിമു. രാത്രി മുഴുവനും ഉറങ്ങി തീർക്കുകയാണോ? രാത്രി രഹസ്യമായ ചർച്ച നടക്കുന്ന നേരമാണ്. പണ്ട് രാജാക്കന്മാർ രഹസ്യ മീറ്റിംഗ് കൂടൽ രാത്രിയിലാണ്, പാതിരാവിലാണ്. അതാണ് ഈ തഹജ്ജുദിന്റെ പ്രത്യേകത. പാതിരാത്രി എല്ലാവരും പോയി കിടന്നുറങ്ങുമ്പോഴേ രഹസ്യമായിട്ട് പടച്ചവനോട് പറയാൻ പറ്റുള്ളൂ എന്നാണ്. ആരും അറിയാതെ അള്ളാഹുവിനോട് സംസാരിക്കാൻ കിട്ടുന്ന ആ ഒരു രാത്രിയുടെ രഹസ്യമായ നേരം. രാജാക്കന്മാർ കൂടെയുള്ള പ്രധാനമന്ത്രിമാരോട് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർക്കുന്ന നേരമാണ്. അതാണ് തഹജ്ജുദിന്റെ നേരം. സുബ്ഹാനല്ലാഹ്. അത് ഉറങ്ങിത്തീർക്കല്ലേ, അത് ഉറങ്ങിത്തീർക്കല്ലേ. നഹാറൂക യാ മഗ്റൂർ സഹ്വൻ വഗഫ്ലത്തുൻ വലൈലൂക നൗമുൻ വറദാ ലക ലാസിമു. തക്ദഅഹു ഫീമാ സൗഫ തുൻകിറു ഗിബ്ബഹു كذلك في الدنيا تعيش البهائم. പകലന്തിയോളം നമ്മൾ അധ്വാനിക്കുന്നത് ഖബറിലേക്ക് പോകുമ്പോൾ ഇട്ടേച്ചു പോകുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഇത്രയധികം ടെൻഷൻ എടുക്കുന്നത് അല്ലേ? കച്ചവടം നന്നായിട്ട് വിജയിക്കണമെങ്കിൽ നമ്മൾ മുഴുവൻ അതിന് കൊടുത്താലേ ദുന്യാവെന്ന് കുറച്ചിട്ടുള്ളൂ. വാപ്പ രാവിലെ അങ്ങോട്ട് കച്ചവടത്തിന് കയറിയാൽ വാപ്പ വല്ല രാത്രി 11-12 മണിക്കാ. എന്താ പരിപാടി? ക്യാഷിൽ വേറെ ആരും വാപ്പ നിർത്തൂല, ധൈര്യമില്ല.
എന്നിട്ട് എന്താ കിട്ടുക? എല്ലാ മുതലാളിമാർക്കും കിട്ടുന്ന പോലെ കുറച്ച് കിട്ടും. അതിനെന്തൊക്കെ കൊടുത്തു? ഒരു വാദിന് വരാൻ പറ്റൂല, ഒരു ഇൽമിന്റെ ദുആക്ക്, ഒരു മജ്ലിസിലേക്ക്, ഒരു മജ്ലിസുന്നൂറിലേക്ക് ഒന്നും വരാൻ നേരമില്ല. അപ്പൊ ബിസിയല്ലേ? നിങ്ങൾ മുഴുവൻ നിങ്ങളെ കൊടുത്താലേ ദുന്യാവെന്ന് കുറച്ച് കിട്ടുള്ളൂ എന്നാ ദുന്യാവിന്റെ പ്രശ്നം. ഫുൾ ടൈം അതിലേക്ക് എൻഗേജ് ആവണം. അപ്പോൾ കുറച്ച് പൈസ ഇട്ടുള്ളൂ, ആവശ്യത്തിനടുത്ത് ബാക്കി. അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫാ. പടച്ചവനെ, എൻ്റെ ഉമ്മത്തി, എൻ്റെ വീട്ടുകാർക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തെ വേണ്ടു റബ്ബേ, അതിലേറെ എനിക്ക് വേണ്ട എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിന് ഉന്നത ലക്ഷ്യങ്ങളാകട്ടെ, ചെറുപ്പക്കാര് വെറുതെ ആകെയുള്ള ലക്ഷ്യം കുറച്ച് കാശുണ്ടാക്കി വണ്ടിയെടുത്ത് എവിടെയെങ്കിലും ചെന്ന് ആശാസ്യമല്ലാത്ത പ്രവർത്തനങ്ങളിലേക്കോ മദ്യപാനമോ മയക്കുമരുന്നിനടിമകളാവുന്നതോ അല്ലെങ്കിൽ വ്യഭിചാരമോ കൊണ്ടു നടന്ന് ജീവിതത്തെ തുലച്ചുകളയല്ലേ. ഉന്നതമായ ലക്ഷ്യങ്ങൾ വേണം. ത്വറഫത്ത് ബിനു അബ്ദ് എന്ന് പറയുന്ന ത്വറഫത്ത് ബിനുൽ അബ്ദ് ജാഹിലിയ കവിയാണ്. ഇയാളോട് ചോദിച്ചു, മാ അത്വയബു ഐശി ദുനിയ, ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്താണ്? ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന വലിയ ആസ്വാദനം എന്താണ് എന്ന് ചോദിച്ചപ്പോ ത്വറഫത്ത് ബിനുൽ അബ്ദിന്റെ മറുപടി, മത്അമുൻ ഷഹിയുൻ, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെ. കണ്ണൂർ ജില്ലയിൽ തന്നെ നല്ല ഭക്ഷണം അല്ലേ? പണ്ടേ തലശ്ശേരി, നമ്മുടെ പാനൂര്, കൂത്തുപറമ്പ്, മട്ടന്നൂര്, എല്ലായിടത്തും മാഷാ അല്ലാഹ് നിങ്ങളതിൻ്റെ ഉസ്താദുമാർ. കേരളം മുഴുക്കും നല്ല ഭക്ഷണമായി അല്ലേ? അതിൻ്റെയൊക്കെ ഒരു തുടക്കക്കാർ തലശ്ശേരി പരിസരക്കാരാണ്. ത്വആമുൻ മത്അമുൻ ഷഹിയുൻ, നല്ല രുചിയുള്ള ഭക്ഷണം. ഹലാൽ തന്നെയാണ് കേട്ടോ, അതിനെപ്പറ്റി അത് ഹറാമായിട്ടല്ലേ, ഹലാലാണ്. പക്ഷെ ത്വറഫത്ത് ബിൻ അബ്ദ് ആകെ ജീവിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഒന്നത്. രണ്ട്, വമൽബസുൻ ജഫിയുൻ, നല്ല വസ്ത്രം, വമർകബുൻ വത്വിയുൻ, നല്ല വാഹനം. നല്ല വസ്ത്രവും നല്ല വാഹനവും. ഇപ്പൊ ഹീറോ ഉണ്ടെന്ന് ആരും എടുക്കണില്ല. അതുപോലെ മിനിമം എൻഫീൽഡോ ഹാർലി ഡേവിഡ്സണോ അല്ലെ ബൈക്കാണെങ്കിൽ മിനിമം ഒരു എൻഫീൽഡെങ്കിലും വേണമെന്നുള്ള കണ്ടീഷനിലേക്ക് എത്തി തുടങ്ങി അല്ലേ? സുബ്ഹാനല്ലാഹ്. മത്അമുൻ ഷഹിയുൻ വമൽബസുൻ ദഫിയുൻ വമർകബുൻ വത്വിയുൻ. അദ്ദേഹം ഒരു നല്ല രസമുള്ളൊരു കവിത പാടിയിട്ടുണ്ട്. രസം എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കുകൾ ഭയങ്കര രസമാണ്, ആശയം മഹാപോക്കാണ്. കള്ളും പെണ്ണും യുദ്ധവുമാണ് ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞ ആളാ ത്വറഫത്ത് ബിനുൽ അബ്ദ്. ഇസ്ലാമിന്റെ മുമ്പ് കഴിഞ്ഞ കവിയാണ്. ഈ കവിത കുറച്ച് അർത്ഥം വെക്കാൻ പ്രയാസമുള്ള കവിതയാണ്. അതിന്റെ വാക്കുകൾ വളരെ കട്ടിയുള്ളതാണ്. ഡിക്ഷണറിക്ക് വെച്ചിട്ട് ഒപ്പം ഇരുന്ന് നോക്കണം, എന്നാലേ അതിന്റെ അർത്ഥം മനസ്സിലാവും. അയാൾ പാടിയിട്ടുണ്ട്, ولولا ثلاث هن من عيشة الفتى وجديك لم أحفل متى قام عودي فمنهن سبق العاذلات بشربة كميت متى ما تعل بالماء تزبدي وكري إذا نادى المضاف محنبا كسيد الغضا نبهته المتورد وتقصير يوم الدجن والدجن معجب ببهكانة تحت الخباء المعمدي. വൈൻ, വോർ ആൻഡ് വുമൺ, ഇതാണ് ഇതിൻ്റെ ആകെ ആശയം. ഇതാണ്, കള്ള് വേണം, സുന്ദരിമാര് വേണം, പിന്നെ കുറെ യുദ്ധവും. ജീവിതം ഇതിന് തന്നെയാണ് എന്ന് ജീവിതത്തിന്റെ അള്ളാഹു നൽകുന്ന ജീവന്റെ വില മനസ്സിലാക്കാതെ മൃഗങ്ങളെ പോലെ കദാലിക്കൽ ബഹായിമു, ജീവജാലങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും ലോ ലെവൽ തിങ്കിങ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട്. നമ്മൾ അങ്ങനെയായി പോകരുത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുടങ്ങിക്കോട്. നമുക്ക് നിങ്ങൾ എണീറ്റ് നിന്നപ്പോൾ പേഴ്സൊക്കെ എടുത്തോ? ഇരിക്കും, വലിയ ബുദ്ധിമുട്ടാണ്. ഒക്കെ എടുത്ത് മാഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് റെഡി ആയിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല നിയ്യത്ത് കൊടുക്കുക. ഉള്ളതിൽ നിന്ന് നാളെ നമ്മൾ മരിച്ചാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യനെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ മലക്കിനോട് ആകെയുള്ള റിക്വസ്റ്റ്, ഞാൻ സ്വതക്ക കൊടുത്തേക്കാം. എങ്ങനെയെന്നറിയാം? എന്റെ സമ്പത്തിന് പള്ളി കൊടുത്തോളൂ കേട്ടോ, മക്കളോട് ഞാൻ ഒന്ന് വസിയത്ത് പറയട്ടെ, ഒരു മിനിറ്റ് എന്നെ വിട്ടു തരുമോ? നമ്മൾ ആഗ്രഹിക്കുന്നൊരാഗ്രഹം അതായിരിക്കുന്ന
വലിയ പ്രയാസമാണ്. നാളെ അള്ളാഹു ഇതിന് ഇരട്ടി തരുമെന്ന് ഈമാനുള്ളവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. 100 രൂപ കൊടുത്താൽ നാളെ ആഖിറത്തിൽ 200 കിട്ടുണ്ടാവുക അല്ലേ? അല്ലെങ്കിൽ അതിന് നമ്മുടെ ഈമാൻ അനുചിതമായത്, നമ്മുടെ നിയ്യത്തിന് അനുചിതമായത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് ചെലവുണ്ട്. നമ്മുടെ SKSF-ന്റെ നമ്മുടെ വിഖായ വോളണ്ടിയർമാരാണ് വരുന്നത്. നിങ്ങളൊക്കെ സഹകരിച്ചിട്ട് നല്ലൊരു സഹായം ചെയ്തു കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും സഹകരിക്കൂലേ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേട്ടെ. കുറെ ആൾക്കാർ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞേട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും കൊടുക്കണേ. നിങ്ങൾ കൊടുത്തില്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അള്ളാഹ്ക്കറിയും. നല്ല റാഹത്തിൽ കൊടുക്കുക. അൽഹംദുലില്ലാഹ്. വേറെ അതിനെപ്പറ്റി പിരിവിനെ പറ്റി വേറെ ഒന്നും പറയണ്ടല്ലോ. നമ്മൾ വിഷയത്തിലേക്ക് പോവല്ലേ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ എന്ന് പറയുന്നത് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ കഅബന്റെ മുമ്പെന്ന് ആദ്യം നമ്മൾ പറഞ്ഞ ചരിത്രം അതാ. ആഗ്രഹിച്ചില്ലേ അബ്ദുൽ മലിക് ബിൻ മർവാൻ, അദ്ദേഹത്തിന്റെ മകള്, വാപ്പ രാജാവ്, സഹോദരൻ രാജാവ്, 2 സഹോദരന്മാർ രാജാക്കന്മാർ, ഭർത്താവും രാജാവ്. അങ്ങനത്തെ ഒരു രാജകീയ സുന്ദരിയാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് മുജദ്ദിദാണ്. അവരുടെ മുൻഗാമികളായ അമവി ഭരണാധികാരികൾ ചെയ്ത എല്ലാ തിന്മകളും തിരുത്തിയ മഹാനാണ്. ഭാര്യന്റെ കയ്യിൽ ഒരുപാട് ഡയമണ്ട്സ് കണ്ടപ്പോഴേ, മോളെ പാപ്പ തന്നതാണല്ലേ. ഇതൊക്കെ ഒരുപാട് പാവപ്പെട്ടവരുടെ സകാത്തിന്റെ മുതൽ നിന്റെ മുൻഗാമികൾ ഭരണാധികാരികൾ കൈയടക്കി വെച്ചതാ മോളെ, ആ വളക്കൊന്ന് ഉരുക്കിയെന്ന് പറഞ്ഞു. ആ മാല ലക്ഷക്കണക്കിന് ദിർഹമുകൾ വില വരുന്നത്, മോളെ അത് നിന്റേതല്ല, അത് നിന്റെ കാരണവന്മാരൊക്കെ ജനങ്ങളിൽ നിന്ന് പിടിച്ചു വരച്ച് അന്യായം ചെയ്തതാണ്. അതൊക്കെ മുസ്ലിമീങ്ങളുടെ ഖജനാവിലേക്ക് പോകണം, നിന്റെ മാലയെ ഊരിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ പെൺകുട്ടിയോട് പറഞ്ഞാൽ നടക്കുമോ? ആരെങ്കിലും ഊരി കൊടുക്കോ? നമ്മൾ ഊരി കൊടുക്കോ? ആ വാച്ച് ഊരി തന്നേന്ന് പറഞ്ഞ അന്യായം ശരിയല്ല. ഫസ്റ്റ് ദിവസം കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഊരിക്കൊടുത്തു ഇസ്ലാമിന്റെ ഖജനാവിലേക്ക്. ഭർത്താവ് മരിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് 2 വർഷവും ചില്ലറയെ ഭരണം നടത്തിയിട്ടുള്ളൂ. പക്ഷെ 25 കൊല്ലം ഭരണം നടത്തിയ ചരിത്രമാണ് നമ്മുടെ രേഖകളിൽ കാണുന്നത്. അത്രയും വലിയ സംഭവബഹുലമായ ജീവിതം. ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ മെല്ലെ വന്ന് ഫാത്തിമയോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, അബ്ദുൽ മലിക്കിന്റെ മകൾ ഫാത്തിമ, ഫാത്തിമ നിങ്ങളുടെ ആ വളണ്ടല്ലോ, ആ മാല, അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അത് ഖജനാവിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചില്ലേ, ഭർത്താവ് മരിച്ചില്ലേ, ആ മാല ഞാൻ തരട്ടെ എന്ന് ചോദിച്ചപ്പോ ബീവി കൊടുത്തൊരു മറുപടി ഉണ്ട്. അതാണൊരു വല്ലാത്ത മറുപടി. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവളല്ല ഞാനത് അള്ളാഹുവിന് വേണ്ടി നൽകി കഴിഞ്ഞു, എനിക്കത് വേണ്ട എന്ന് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ. കല്യാണം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഫാത്തിമ കല്യാണം കഴിഞ്ഞ് അധികാരം ഏറ്റെടുത്തപ്പോ ഉമർ അബ്ദുൽ അസീസ് ഞങ്ങൾ പറയും, ഇന്നലീ നഫ്സൻ തവാഖ. മഹാന്റെ ഒരു വാക്കാണത്. എന്റെ ശരീരം വല്ലാതെ ഉന്നതങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശരീരമാണ്. നമ്മുടെ വിഷയം ഉയർന്ന ചിന്തകൾ, ഉദാത്ത മാതൃകകൾ എന്നതാണ്. ഇന്നലീ നഫ്സൻ തവാഖ, എന്റെ ശരീരം ഉന്നതങ്ങൾ ആഗ്രഹിക്കുന്ന ശരീരമാണ്. ഫതാഖത്ത് നഫ്സി, ഞാനന്ന് മദീനയിൽ ഇരിക്കുമ്പോ എനിക്കൊരാഗ്രഹം തോന്നി, അൻ അതസവ്വജ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. ഭാര്യയോട് പറയാ, നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ അന്നത്തെ ഒരു ആഗ്രഹം അതായിരുന്നു. ചെറുപ്പകാലത്തിലെ ഒരു പൊട്ടിത്തെറിപ്പിന്റെ ഒരു കാലം ഉണ്ടാവൂലേ, ഒരു അടിച്ചുപൊളി ടൈം, അന്ന് നിന്നെ സ്വന്തമാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഞാൻ നിന്നെ കല്യാണം കഴിച്ചു. പിന്നെ എന്റെ ശരീരം വീണ്ടും കൊതിച്ചു, വിലായത്തുൽ മദീന, മദീനയുടെ ഗവർണറാകണം. അങ്ങനെ എനിക്ക് അല്ലാഹു മദീനത്തുൻ നബി, ഹബീബിന്റെ മദീനയുടെ ഗവർണറാകാൻ ഭാഗ്യം തന്നു.
വീണ്ടും എന്റെ ശരീരം ആഗ്രഹിച്ചു അതിനപ്പുറത്തേക്ക് അൽ ഖിലാഫ, ലോക മുസ്ലിമീങ്ങളുടെ അധികാരസ്ഥനാവണം, ഖലീഫയാകണം, ഖാലിഫേറ്റ്സ്, എനിക്ക് ഖിലാഫത്ത് വേണം. അള്ളാഹു എനിക്കത് തന്നു, ഞാനിപ്പോ ഖലീഫയാണ്. എന്റെ ശരീരം ആഗ്രഹിക്കുന്നു അൽ ജന്ന, ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്, ഇനി ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്, ആ സ്വർഗത്തിനാണ് ഞാൻ പണിയെടുക്കുന്നത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാന്മാർ അവരെ ഷാമിൽ മറവ് ചെയ്യാൻ വേണ്ടി ഖബർ കുഴിച്ച് ഖബറിലേക്ക് വെക്കുമ്പോ ഒരു കടലാസിന്റെ കഷ്ണം, ഒരു തോൽ കഷ്ണം ഇങ്ങനെ പാറി വന്നു കഫംപുടയുടെ മീതേക്ക്. എവിടുന്നാന്നറിയില്ല. ഖബറിലേക്ക് മയ്യത്ത് ഇങ്ങനെ താഴ്ത്തി വെക്കാൻ ഒരു ഇലയോ മറ്റോ പാറുന്ന പോലെ ഇങ്ങനെ വന്നിട്ട് മഹാന്റെ ശരീരത്തിന്റെ മീത വന്ന് അങ്ങനെ നിന്നു. മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന നേരം ആൾക്കാരൊന്ന് എടുത്തു നോക്കി. ഹാദാ ഫിദാഉക മിനന്നാർ, ഹാദാ ഫിദാഉക മിനന്നാർ, നിങ്ങൾ നരകത്തിൽ കടക്കൂല കേട്ടോ എന്നതിന്റെ സാക്ഷ്യമാണിത്. അതോടുകൂടെ മറവ് ചെയ്യപ്പെട്ട മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു. രാജാവാ, പക്ഷെ അള്ളാന്റെ വലിയായ രാജാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു.